ഇതളയാ ഇത് നോക്ക്, ഞാൻ പറിച്ച പടവാ. ക്യൂട്ടായിട്ടുണ്ടല്ലോ. പട്ടിക്കുട്ടി ഇവിടെ എന്താ സോനു എഴുതിയിരിക്കുന്നത്? പട്ടിക്കുട്ടിയുടെ പേരാ? പട്ടിക്കുട്ടിയുടെ പേരാ. എനിക്ക് സോനു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. അവനിപ്പോ പക്ഷെ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൻ മുംബൈക്ക് പോയി. അവന്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി. അതുകൊണ്ട് അവന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇട്ട പേരാ സോനു പപ്പി. സോനു പപ്പി ആര് വരച്ചു? ഞാൻ വരച്ചു. വലിയ കുഴപ്പമില്ല, മെച്ചപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. താഴോട്ട് പോയിട്ടില്ലല്ലോ? ഇല്ല സാറേ, ഞമ്മൊന്നും വേണ്ടേ? കുറെ നേരമായാലും ഇവിടെ ഇരിക്കുന്നത്. ഞാനേ കഴിക്കാൻ വേണ്ടി വരാതിരിക്കുവായിരുന്നു. അപ്പോഴാ പാറോസ് സോനു പപ്പിയുടെ പടം കാണിച്ചത്. സോനു കുറച്ച് നിന്റെ മോന്ത പോലെ ഇരിക്കുന്നുണ്ട്. കൊള്ളാം. ചേച്ചി, ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. കാര്യങ്ങളൊക്കെ അവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ പറഞ്ഞാൽ മതി. എന്തുവല്ല ചൂസേ, പാറ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാൻ വരുമല്ലേ, അത് കേക്ക്. അവളുടെ റൂട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാ എനിക്കിപ്പോ കേൾക്കാൻ സമയമില്ല. മാറ്റണത്തെന്നൊക്കെ എനിക്കും കുറച്ചൊക്കെ മനസ്സിലായി. ഇനിയിപ്പോ കുഴപ്പമില്ല, മോളില് പറ. ഞാൻ പറയട്ടെ അളിയാ, എനിക്കൊരു പട്ടിക്കുട്ടിയെ മേടിച്ചോ? പട്ടിക്കുട്ടിയാ? അതെന്താ മേടിച്ചേക്കാലോ. അത് തന്നെ, റോഡിൽ എത്രയോ പട്ടിക്കുട്ടികൾ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നെ സഞ്ചാരണത്തിനെ പിടിച്ചോണ്ട് വരുന്നു, വാക്സിൻ അടിപ്പിക്കുന്നു, നമ്മൾ വളർത്തുന്നു. അങ്ങനത്തെ പട്ടിക്കുട്ടികളല്ല, പിന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല രോമങ്ങളുള്ള ഇങ്ങനത്തെ പട്ടിക്കുട്ടി. എന്ത് മക്കൾ അങ്ങനെ? നിനക്ക് നാട്ടിലത്തെ പട്ടിക്കുട്ടികളൊന്നും ഇഷ്ടമല്ലേ? അത് പിന്നെ അല്ലല്ലോ, അങ്ങനെയാണല്ലോ. വിദേശത്തെ പട്ടിക്കുട്ടികളൊക്കെ വീട്ടിൽ കിടന്ന് വളരുന്നു, സ്വദേശത്തെ പട്ടിക്കുട്ടികളൊക്കെ റോട്ടിൽ കിടന്ന് വളരുന്നു. ആ റോട്ടിൽ കിടന്ന് വളരുന്ന പട്ടിക്കുട്ടികൾ കാരണം ബാക്കിയുള്ളവർക്ക് സ്വൈര്യതയില്ല. കൂടുതൽ പ്രസംഗമൊന്നും നടത്താതെ മേടിച്ചു തരാൻ പറ്റുമെങ്കിൽ മേടിച്ചാ അളിയാ. മക്കളെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് ടെക്നിക്കലായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നിനക്ക് പറഞ്ഞാൽ നിനക്ക് ടക്കനെ മനസ്സിലാവണമെന്നില്ല. ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു അവസ്ഥ. ചെറുതിലെ നമ്മൾ ഇതേപോലെ ഓരോ പട്ടിക്കുട്ടികളെ മേടിച്ചു വരുമെന്ന് ചോദിക്കും, പറ്റില്ല എന്ന് വീട്ടുകാർ പറയും. ഇപ്പൊ തന്നെ നീ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലൊരു പട്ടിയില്ലേ, അതിനിപ്പോ എങ്ങനെ പോയാലും ഒരു 10-12 വയസ്സെങ്കിലും കാണുകയും ചെയ്യും. നീ അതിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇല്ലല്ല. ആകെ അമ്മൂമ്മയും കനകന്നെയും ഫുഡ് വെച്ചു കൊടുക്കും, അല്ലാണ്ട് നമ്മൾ ആരും അതിനെ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ എങ്ങനെയാണ് പുതിയ പട്ടിക്കുട്ടിയെ വാങ്ങി തരിക? ചേച്ചി, അതല്ല, എനിക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പട്ടിയെ വേണം. അളിയാ, ലച്ചു ചേച്ചിയുടെ അടുത്ത് പറ. ലച്ചു ചേച്ചി സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് പട്ടിക്കുട്ടിയെ വാങ്ങാം. കുറെ സമ്മതിച്ച പോലെ.